കേരളത്തിൽ ഇന്ന് പുതിയ മുഖ്യമന്ത്രിയും മറ്റ് 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കാൻ പോവുകയാണ്. കേരളത്തിൽ ആകെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 21. എന്നാൽ കർണാടകയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആകെ മന്ത്രിമാരുടെ എണ്ണം 34 മനസ്സിലാക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ്? 2003 ഭരണഘടനയുടെ 91 ഭേദഗതി അനുസരിച്ച് ഭരണഘടനയിൽ 164(1)(a) എഴുതി ചേർക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സംസ്ഥാനത്ത് ആകെ മന്ത്രിമാരുടെ എണ്ണം അവിടുത്തെ നിയമസഭാ അംഗങ്ങളുടെ 15% എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആകെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 140. അതിൻ്റെ 15% എന്ന് പറയുന്നത് 21. അതുകൊണ്ടാണ് കേരളത്തിലെ മാക്സിമം മന്ത്രിമാരുടെ എണ്ണം 21 ആയിരിക്കണം എന്ന് പറയുന്നത്. അതിൽ കൂടാൻ പാടില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി കർണാടകയിൽ ആകെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 224. അതിൻ്റെ 15% എന്ന് പറയുന്നത് 33.6 എന്ന് പറഞ്ഞാൽ 34. അതുകൊണ്ടാണ് കർണാടകയുടെ മന്ത്രിസഭയിൽ 34 മന്ത്രിമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നിയമം 2003 വന്നത്? 2003 മുമ്പുള്ള ചരിത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല MLA-മാരെയും തൃപ്തിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി പല സംസ്ഥാനങ്ങളും അവിടുത്തെ മന്ത്രിസഭയിൽ ജംബോ മന്ത്രിസഭ രൂപീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു സമയത്ത് ഉത്തർപ്രദേശിൽ 93 മന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെ ജംബോ മന്ത്രിസഭ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിൻ്റെ ഖജനാവ് ഒരു കാരണവുമില്ലാതെ കാലിയായി പോകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് 2003 ഇങ്ങനെയുള്ള ഒരു നിയമം വരാനുണ്ടായ കാരണം. എന്നാൽ ഈ നിയമം നിലവിൽ നിൽക്കുമ്പോഴും കൂടുതൽ മന്ത്രിമാരെ സംസ്ഥാനങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഉദാഹരണത്തിന് കർണാടക തന്നെ നമുക്കെടുക്കാം. അവിടുത്തെ ആകെ മന്ത്രിസഭയുടെ എണ്ണം എന്ന് പറയുന്നത് 34. എന്നാൽ ക്യാബിനറ്റ് പദവി കിട്ടിയ ആൾക്കാരുടെ എണ്ണം അവിടെ നോക്കിക്കഴിഞ്ഞാൽ 100-ന് മേലെയാണെന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. അവിടെ ഈ 34 മന്ത്രിമാർ പോയതിന് ശേഷം ക്യാബിനറ്റ് റാങ്ക് കിട്ടിയ MLA-മാരുടെ എണ്ണം എന്ന് പറയുന്നത് 43 പേരാണ്. അതുമല്ല, മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്സ് പദവി കിട്ടിയവർ 53. അങ്ങനെ ആകെ മന്ത്രി പദവി കിട്ടിയവർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 140 പേരാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ ഈ 34-ന് പുറമെയുള്ള ആൾക്കാർക്കൊന്നും പോളിസി ഡിസിഷൻ മേക്കേഴ്സിൽ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയുടെ ചർച്ചകളിലൊന്നും അവർക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പൊളിറ്റിക്സാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തത്. ഇത് സാധാരണ കേരളത്തിൽ കാണാൻ സാധിക്കത്തില്ല. സ്വാഭാവികമായിട്ടും അത് മീഡിയ ഏറ്റെടുക്കുകയും അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയും ഭരണകക്ഷിക്കെതിരെ ഒരു വലിയൊരു ജനവികാരം വളർത്താനുള്ള ഒരു കാരണമായി മാറിയേക്കാം എന്ന് കരുതിക്കൊണ്ടാണ് ഇവിടെ വരുന്ന സർക്കാർ ആ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കാത്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.